എല്ലാവർക്കും മറിയം വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഈത്തപ്പഴം വെച്ചിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും ഈത്തപ്പഴം ഉണ്ടാവും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 10 ഈത്തപ്പഴത്തോളം വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. ഒരു 1 hour കുതിർത്താൻ വേണ്ടി വെക്കുക. അതുപോലെ ചവ്വരിയാണ്. ചവ്വരി 2 കൈപ്പിടിയോളം വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1 ലിറ്റർ പാല് നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നമ്മുടെ ഈത്തപ്പഴം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതിലെ തോലും അതിലെ കുരുവും ഒക്കെ നിറകെ പിളർന്നിട്ട് അതിൻ്റെ കുരുവൊക്കെ എടുത്തിട്ട് അത് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് ആക്കിയെടുക്കുക. അത് മിക്സഡ് ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിത് ആ തിളക്കുന്ന പാലിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതിനൊന്ന് വേവിച്ചെടുക്കാം. നന്നായി ഇളക്കി വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴത്തിൽ മധുരം ഉണ്ടായിരിക്കും, എന്നാലും അത് പോരാഞ്ഞത് നമ്മൾ പഞ്ചസാര ഇട്ടിട്ടാണ് മധുരം കൂട്ടിയെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചവ്വരി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇച്ചിരി അധികം വെന്ത് പോയി. ഇത്ര അധികം വേവണ്ട. കുക്കറിലിട്ടിട്ട് നമ്മൾ കുക്കറിൻ്റെ വിസിലിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചവ്വരി വേവിച്ചതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തത് ടോപ്പിങ്ങിൽ ഇട്ടിട്ട് ഇതിന് ഡെക്കർ ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക.